സംസ്ഥാനത്ത് ഏറ്റവും വലിയ ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യത്തിന്റെ വിതരണത്തിലേക്ക് സർക്കാർ കടക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഭക്ഷ്യക്കിറ്റും അതോടൊപ്പം തന്നെ 3200 രൂപയോളമെല്ലാം നമ്മുടെ കൈവശം എത്തിച്ചേരാൻ വേണ്ടി പോകുന്നു. നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് സർക്കാരിന്റെ ബൃഹത് പദ്ധതികൾക്ക് ഇപ്പോൾ പ്രഖ്യാപനമായിട്ടുള്ളത്. വളരെ വൈകാതെ തന്നെ ഭാരത് റൈസിന് ബദലായിട്ട് സംസ്ഥാന സർക്കാരിന്റെ കെ റൈസ് രംഗത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡുള്ള എല്ലാ വീടുകളിലേക്കും 5 കിലോയുടെയും 10 കിലോയുടെയും പാക്കറ്റുകളായിട്ടായിരിക്കും ഈ ആനുകൂല്യം എത്തിച്ചേരുന്നത്. കെ റൈസ് എന്ന് പറയുന്നത് പച്ചരിയല്ല, ചമ്പാവ്, മട്ട തുടങ്ങിയ ഇനങ്ങളായിരിക്കും സംസ്ഥാനത്തുടനീളമുള്ള മാവേലി സ്റ്റോറുകൾ വഴി അതോടൊപ്പം തന്നെ സപ്ലൈകോയുടെ സൂപ്പർ മാർക്കറ്റുകൾ വഴിയെല്ലാം നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുക. റേഷൻ കാർഡുകൾ കയ്യിൽ കരുതേണ്ടതുണ്ട്. 28 രൂപയ്ക്ക് 1 കിലോ അരി എന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ വിതരണമുള്ളത്. ഇതുമാത്രമല്ല, 13-ൽ പരം മറ്റ് ഉൽപ്പന്നങ്ങൾ കൂടി ഇപ്പോൾ സപ്ലൈകോയിലേക്ക് എത്തിക്കുകയാണ്. ഇവയെല്ലാം തന്നെ ഒരു കിറ്റ് രൂപേണ നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും റേഷൻ കാർഡുകൾ ഹാജരാക്കി. നിലവിൽ നമുക്ക് സപ്ലൈകോ വഴി 13-ൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് ദൗർലഭ്യമുണ്ടായിരുന്നു. അത് ഈ ആഴ്ചയോടെ സർക്കാർ പരിഹരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇനി മുതൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു വീട്ടിലേക്ക് വാങ്ങുന്നതിന് വേണ്ടി ധൈര്യമായിട്ട് സപ്ലൈകോയിലേക്ക് എത്തിച്ചേരാമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ചെറുപയർ 1 കിലോ 92 രൂപയ്ക്കും, ഉഴുന്ന് 1 കിലോ 95 രൂപയ്ക്കും, വൻകടല 1 കിലോ 69 രൂപയ്ക്കും, വൻപയർ 1 കിലോ 75 രൂപയ്ക്കും, തുവരപ്പരിപ്പിന് 1 കിലോയ്ക്ക് 111 രൂപയ്ക്കും, മുളക് 1/2 കിലോ 82 രൂപ, മല്ലി 1/2 കിലോ 39 രൂപ, പഞ്ചസാര 1 കിലോ വാങ്ങുന്നതിന് 27 രൂപ കൊടുത്താൽ മതിയാകും. വെളിച്ചെണ്ണ 1/2 ലിറ്റർ ആണെങ്കിൽ 55 രൂപയ്ക്ക് ലഭിക്കും. ഇനി അതോടൊപ്പം തന്നെ എല്ലാ അരി ഇനങ്ങളും ഉൾപ്പെടെ 10 കിലോ നമുക്ക് ലഭിക്കുന്നതാണ്. അത് ജയ അരിയാണെങ്കിൽ 1 കിലോ 29 രൂപയ്ക്ക് ലഭിക്കും. കുറുവ അരി 1 കിലോ 30 രൂപ, മട്ടയരി ആണെങ്കിൽ 1 കിലോ 30 രൂപ, പച്ചരി 1 കിലോ 26 എന്ന് പറയുന്ന നിരക്കിലായിരിക്കും ലഭിക്കുക. ഇതുകൂടാതെയാണ് കെ റൈസ് എന്ന ബ്രാൻഡിൽ പുറത്തിറക്കുന്ന അരിയുള്ളത്. അത് 5 കിലോയുടെയും 10 കിലോയുടെയും സ്പെഷ്യൽ പാക്കറ്റുകളായിട്ട് വാങ്ങാൻ വേണ്ടി സാധിക്കും. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് മുടങ്ങിക്കിടന്നിരുന്ന ക്ഷേമ പെൻഷനിൽ നമുക്ക് ലഭിക്കേണ്ട പെൻഷൻ ആനുകൂല്യത്തിൽ 6 മാസത്തെ കുടിശ്ശികയാണ് മൊത്തത്തിൽ വന്നിട്ടുള്ളത്. ഇതിൽ 2 മാസത്തെ ആദ്യ ഗഡു വിതരണം ചെയ്യുന്നതിനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. 2000 കോടി രൂപ സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യത്തിൽ നിന്ന് വായ്പയെടുത്താണ് വിതരണം ചെയ്യുന്നത്. ഒരു വീട്ടിലേക്ക് ഒരാൾക്ക് 3200 എന്ന നിരക്കിൽ തന്നെ ആനുകൂല്യം എത്തിച്ചേരും. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, അതോടൊപ്പം തന്നെ ഭിന്നശേഷി നേരിടുന്ന ആളുകൾക്കുള്ള ആനുകൂല്യങ്ങൾ, ഇങ്ങനെ വിവിധ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർക്ക് 2 മാസത്തെ ആനുകൂല്യം ഒരുമിച്ച് 3200 രൂപ വീതം എത്തിച്ചേരും. ഈ മാസം അവസാനത്തോടെ വിതരണ നടപടികൾക്ക് തുടക്കം കുറിക്കുകയും മാർച്ച് മാസത്തിൻ്റെ പകുതിക്കുള്ളിൽ തന്നെ വിതരണം പൂർത്തിയാക്കുകയും ചെയ്യും. എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ള കുറച്ച് പ്രഖ്യാപനം തന്നെയാണ് ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാർ വളരെ വേഗത്തിൽ തന്നെയാണ് നമുക്ക് മുടങ്ങിക്കിടന്നിരുന്ന ആനുകൂല്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിനുള്ള ആ ഒരു ക്രമീകരണത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഈ അറിയിപ്പ് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ ആദ്യം ലഭിക്കാൻ മീഡിയ കമ്പാനിയൻ്റെ യൂട്യൂബ്, ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.